ആൽമരം തണൽ നൽകുമെങ്കിലും ചാലോട് പനയത്താംപറമ്പ് സ്വദേശികൾക്ക് തണലിനേക്കാൾ ദുരിതമാണ് ഈ ആൽമരം. പലതവണ അധികാരികളോട് ആൽമരങ്ങൾ മുറിച്ചുമാറ്റാൻ പരാതി നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. ബുധനാഴ്ച രാവിലെ ആൽമരത്തിന്റെ വൻ ശിഖരം പൊട്ടിവീണ് വൈദ്യുതി തൂൺ തകർന്നു. ദുരന്തം ഒഴിവായത് തലനാരിഴക്കാണ്. ഇനിയെങ്കിലും ജനങ്ങളുടെ ദുരിതത്തിന് നേരെ കണ്ണടയ്ക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കത്തുന്ന ചൂടിന് ആൽമരങ്ങൾ എന്നും തണൽ നൽകും. പക്ഷേ പനയത്താംപറമ്പ് സ്വദേശികൾക്ക് നാട്ടിലെ റോഡരികിൽ കിടക്കുന്ന ഈ ആൽമരങ്ങൾ തണലിനേക്കാൾ ദുരിതമാണ് നൽകുന്നത്. കുറേ ആൽമരങ്ങളുണ്ട്, വളരെ പഴക്കം ചെന്ന ആൽമരങ്ങളാണ്. ഇത് നമ്മളെ ഈ പ്രദേശത്തിന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. തണലുണ്ടെങ്കിലും പക്ഷേ ചുറ്റുവട്ടത്തുള്ള വീടുകൾക്ക് വേര് തിങ്ങിയിട്ട് ഇത് തറകളിലേക്ക് വന്ന് വീടിന് തന്നെ ഭീഷണിയായിട്ടുണ്ട്, കിണറിലേക്ക്. അതുപോലെ ഇന്നിപ്പോൾ ഇവിടെ നടന്നത് ഒരു 8:30 മണിയോട് കൂടിയിട്ട് വൻ അപകടമാണ് ഇല്ലാണ്ടായിട്ടുള്ളത്. കാരണം വഴിയാത്രക്കാരും അതുപോലെ തന്നെ വാഹനങ്ങളും ഇല്ലാത്ത സമയത്താണ് ഈ മരം പൊട്ടിയിട്ട് വൈദ്യുതി കമ്പീൻ്റെ മേലെ വീണ്ടുള്ളത്. ആ സമയത്ത് ഈ ചുറ്റുവട്ടത്തുള്ള ആരും ഇവിടെ ഇല്ലാത്തതിനാൽ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. വീട്ടുകിണറിനുള്ളിൽ വേരിറങ്ങി കുടിവെള്ളം വരെ മുട്ടുന്ന അവസ്ഥയിലാണ്. മഴക്കാലത്ത് മരത്തിന്റെ ശിഖരം പൊട്ടി വീണുണ്ടാകുന്ന ദുരിതം വേറെയും. പ്രദേശവാസികൾ അധികാരികൾക്ക് പലതവണ പരാതി നൽകിയിട്ടും കണ്ടഭാവം പോലും നടിച്ചിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ പറയുന്നത് മുറിക്കണം എന്നിട്ട് പരാതിയെല്ലാം കൊടുത്തിന് ആരും അത് സ്വീകരിച്ചിട്ട് അതിനൊരു നടപടിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം കിണറിലാങ്കിൽ ചുറ്റുവട്ടം വേര് താണിട്ട് വെള്ളമെല്ലാം വറ്റി വരുന്ന ഒരു അരപ്പട വെള്ളമേ ഇപ്പം കിണറിലുള്ളൂ. അതിനെല്ലാം ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കണം ബന്ധപ്പെട്ട അധികാരികളെന്നാണ് പറയുന്നത്. ഇനി കാറ്റും മഴയും വരുമ്പോൾ തീരെ ഈ വീടേ ഇവിടെ ഉണ്ടാവില്ല. ഒരുപാട് കൊമ്പ് വീട്ടിനോട് ചാഞ്ഞിട്ടുണ്ട്. അതെല്ലാം മുറിച്ച് മരം തന്നെ ആലെന്നെ മുറിച്ച് മാറ്റണം എന്നാണ് പറയുന്നത്. അതിനുള്ള നടപടി എടുക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് പറയാം. ആൽമരത്തിന്റെ വലിയൊരു ശിഖരം പൊട്ടി വീണ് വലിയൊരു ദുരന്തം ഒഴിവായത് തലനാരിഴക്കാണ്. രാവിലെ 8:30 മണിയോടെയായിരുന്നു സംഭവം. ശിഖരം വീണതാവട്ടെ KSEBയുടെ പോസ്റ്റിനു മുകളിൽ. പൊട്ടി വീഴുന്ന സമയത്ത് കാൽനടയാത്രക്കാരും വാഹനങ്ങളും ഇതുവഴി കടന്നു പോകാത്തതുകൊണ്ട് മാത്രമാണ് വൻ അപകടം ഒഴിവായത്. പ്രദേശത്ത് വൈദ്യുതി ബന്ധം താറുമാറായി. മരം പൊട്ടി വീണതിനെ തുടർന്ന് അരമണിക്കൂറോളം ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായി. സമീപത്തെ വീട്ടുകാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഭീഷണിയാകുന്ന ആൽമരങ്ങൾ ഇനിയെങ്കിലും മുറിച്ചുമാറ്റാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.